അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെക്ചറിൻ്റെ ലാസ്റ്റ് സെഷനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് പറയാം. വെച്ചാൽ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നതാണ്, നമ്മൾ എക്സസൈസൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യണം. സൊല്യൂഷൻ നോക്കരുത്. എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സൊല്യൂഷൻ നോക്കാൻ ഇതിൻ്റെ PDF ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സംശയമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ കേൾക്കാം. ആദ്യത്തെ 3 എണ്ണം വളരെ സിമ്പിളാണ്, അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. 4-മത്തെ ഞാൻ ഒന്ന് വൃത്തിയായിട്ട് പറയാം. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് എ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ പേരും ക്വസ്റ്റ്യൻ്റെ തന്നെ തന്നിരിക്കുകയാണ്, വവൽ കൗണ്ടർ. എന്നിട്ട് അതിലൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് 1, ടു കൗണ്ട് ദി നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് വവൽസ് ഇൻ ദ സ്ട്രിങ് ടെക്സ്റ്റ് 1 പാസ്ഡ് ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺസ് എ ഡിക്ഷണറി. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളൊരു ഇതിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാലേ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്നത്, ഞാൻ പറയാനുള്ള കാര്യം, ഫംഗ്ഷൻ എല്ലാവർക്കും എത്ര പ്രാവശ്യം കേട്ടാലും കുറച്ചുകൂടെ നല്ലതാണെന്നുള്ളൊരു തോന്നലുകൊണ്ടാണ്. ഇവിടെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻ്റ് എന്താണ്? ടെക്സ്റ്റ് 1 എന്ന് പറഞ്ഞൊരു ആർഗ്യുമെൻ്റാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതൊരു സ്ട്രിങ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഫംഗ്ഷൻ നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് അത് എന്ത് തിരിച്ചു തരണം? തിരിച്ചു തരേണ്ടത് ഒരു ഡിക്ഷണറിയാണ്. ആ ഡിക്ഷണറിയിൽ എന്തായിരിക്കണം? ഡിക്ഷണറിയിലെ കാര്യങ്ങൾ, ഡിക്ഷണറിയിൽ എന്തായിരിക്കണം കാര്യങ്ങളെന്നുള്ളത് ഈ എക്സാമ്പിൾ മുഖേന ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആണ് ഞാൻ പാസ് ചെയ്യുന്ന സ്ട്രിങ് എങ്കിൽ ഈ വവലിൻ്റെ കൗണ്ടാണ് വേണ്ടത്. ഇവിടെ എത്ര O ഉണ്ട്? 3 O ഉണ്ട്. അപ്പോൾ ഡിക്ഷണറിയുടെ കീ O എന്നുള്ള കീയുടെ വാല്യൂ എത്രയായിരിക്കണം? 3 ആയിരിക്കണം. പിന്നെ ഏതാ ഉള്ളത്? I ഉണ്ട്. I എത്ര ഉണ്ട്? ഒരു I ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കണം തിരിച്ച് വരുന്ന ഡിക്ഷണറി. അപ്പോൾ ഈ ഫംഗ്ഷൻ വവലിന് എന്താണ്? ഞാനിവിടെ എഴുതാം, ഹിൻഡ് എന്നുള്ള രീതിയിൽ എഴുതാം. ഹിൻഡ്. അങ്ങോട്ട് പോകുന്ന ആർഗ്യുമെൻ്റ് എന്താണ്? ആർഗ്യുമെൻ്റ് ഒരു സ്ട്രിങ് ആണ്. ഒന്നുകൂടെ പറയാം, ആർഗ്യുമെൻ്റ് സ്ട്രിങ് ആണ്. ആ സ്ട്രിങ് എന്തു ചെയ്യും? ആ സ്ട്രിങ് ഫംഗ്ഷൻ പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന എന്താണ്? റിട്ടേൺ ചെയ്യുന്ന ആളെന്താണ്? ഡിക്ഷണറി. ഈ ഡിക്ഷണറിക്ക് എന്തുണ്ട്? കീ ഉണ്ട്, വാല്യൂ ഉണ്ട്. അപ്പോൾ ഡിക്ഷണറിയുടെ കീ എന്തായിരിക്കും? നമ്മുടെ ഈ സ്ട്രിങ്ങിലുണ്ടായിരിക്കുന്ന വവൽസാണ്. വാല്യൂസ് എന്തായിരിക്കും? എത്ര പ്രാവശ്യം ആ വവൽസ് വന്നു എന്നുള്ള. ഉദാഹരണത്തിന് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ സ്ട്രിങ്ങിലുള്ള വവൽസ് എന്താണ്? Oയും Iയും ആണ്. അപ്പോൾ നമ്മളുടെ ഡിക്ഷണറിയുടെ കീ എന്തായിരിക്കും? Oയും Iയും ആയിരിക്കും ഡിക്ഷണറിയുടെ കീ. Oക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയായിരിക്കും? 3യും Iക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1ഉം ആയിരിക്കും. ഇനി ഈ ഫംഗ്ഷൻ നമ്മൾ എഴുതി കഴിയുമ്പോൾ എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ഫംഗ്ഷൻ എങ്ങനെ എഴുതും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് സ്ട്രിങ് കിട്ടിയല്ലോ. സ്ട്രിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ട്രിങ്ങിൽ ഓരോ ക്യാരക്ടേഴ്സ് എടുക്കാൻ നമ്മൾ ടൈപ്പ് ചെയ്യാം. ടേക്ക് 1 ക്യാരക്ടർ അറ്റ് എ ടൈം ഓഫ് ദ സ്ട്രിങ്. എന്നിട്ട് ഓരോ ക്യാരക്ടറും എടുത്തിട്ട് നമ്മൾ നോക്കുക, അത് വവലാണോ നോക്കുക. വവലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ? വവലാണെങ്കിൽ ഇതിനെ നമ്മൾ അൽഗോരിതം എന്ന് പറയാം. ഒരു അൽഗോരിതം. വവലാണെങ്കിൽ എന്ത് ചെയ്യണം? വവലാണെങ്കിൽ നമ്മൾ ആ കറസ്പോണ്ടിങ് ഓൾറെഡി അങ്ങനെ ഒരു കീ നമ്മൾ ഡിക്ഷണറിയിൽ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഒരു കീ ഉണ്ടെങ്കിൽ ആ കീയുടെ കറസ്പോണ്ടിങ് വാല്യൂ കൂട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ആ കീ വെച്ചിട്ട് ഡിക്ഷണറിയിൽ ഫസ്റ്റ് എൻട്രി ഉണ്ടാവും, അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ടേക്ക് 1 ക്യാരക്ടർ അറ്റ് എ ടൈം, കമ്പയർ, ചെക്ക് വെദർ ദ ക്യാരക്ടർ ഈസ് എ വവൽ. ആണെങ്കിൽ ഇൻക്രിമെൻറ്റ് ദി വാല്യൂ ഓഫ് ദി ഡിക്ഷണറി. അപ്പോൾ ഇനി ഞാൻ ആ പ്രോഗ്രാം പറയാം.
ഇത് കൊച്ചു പ്രോഗ്രാമാണ്, അതുകൊണ്ട് അത്ര വലുതായിട്ട് അൽഗോരിതം എഴുതേണ്ട കാര്യമില്ല. ഇനി അങ്ങോട്ട് നിങ്ങളുടെ കഴിവ് പ്രോഗ്രാം എഴുതലല്ല, നിങ്ങൾ ചിന്തിച്ച് അൽഗോരിതത്തിലാണ്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കോഡുകളൊക്കെ നമുക്ക് നെറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കോഡും ചിലപ്പോൾ നെറ്റിലുണ്ടാകും, പക്ഷേ നിങ്ങളത് എടുക്കരുത്, സ്വന്തമായിട്ട് എഴുതി പഠിക്കണം. അപ്പോൾ ഈ ഫംഗ്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ വരുന്ന സ്ട്രിങ് ആണ് ടെക്സ്റ്റ് 1. പിന്നെ ഫംഗ്ഷൻ്റെ ഒരു സിൻറ്റാക്സ് കണ്ടില്ലേ? സിൻറ്റാക്സ് നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടത് ചെയ്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കയറിക്കോളും. ഡെഫ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്, അതാണ് ഈ പച്ച കളറിൽ വന്നത്. കീവേഡ്സൊക്കെ പച്ച കളറാണ്. നമ്മൾ ഫംഗ്ഷൻ നെയിം നമ്മൾ കൊടുത്തൊരു വേരിയബിളാണ്, അത് നീല കളറിലുണ്ട്. വൗ കൗണ്ടർ ടു ടെക്സ്റ്റ് 1 ആണ് പാസ് ചെയ്യുന്ന സ്ട്രിങ്. എപ്പോഴും ഫംഗ്ഷൻ നെയിം കഴിഞ്ഞ് കോളൻ ഉണ്ടാവും. പിന്നെ വരുന്നതൊക്കെ ഇൻഡൻറ്റ് ചെയ്തിട്ടായിരിക്കും ഉള്ളത്, ഇൻഡൻറ്റ് ചെയ്ത്. അപ്പോൾ ഡിക്റ്റ് 1 എന്തെന്ന് കൊടുത്തു? ഡിക്റ്റ് 1 സമം ഒരു ഡിക്ഷണറി ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞ ആദ്യത്തെ കാര്യമാണ് അൽഗോരിതത്തിൽ, നമ്മൾ ആ സ്ട്രിങ്ങിലുള്ള ഓരോ ക്യാരക്ടർ 1 അറ്റ് എ ടൈമായിട്ട് എടുക്കുന്നു. ആദ്യം ആ സ്ട്രിങ്ങിലെ ഒന്നാമത്തെ, ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ആദ്യം ജി എടുത്തു, പിന്നെ ഒ എടുക്കും, പിന്നെ അപ്പോൾ അങ്ങനെ ഒരു ആദ്യത്തെ ജി എടുത്തു എന്നിരിക്കട്ടെ. CH ഇൻ വവൽസ്. അപ്പോൾ നമ്മൾ വവൽസ് എന്താണെന്ന് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ 4 ഡീറ്റെയിൽ ആയിട്ട് സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ നോക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാണ് ഫംഗ്ഷൻ്റെ ഹെഡർ. അത് തുടങ്ങുന്ന എന്താണ്? ഒരു കീവേഡ് വെച്ചാണ്, ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ട്. എന്നിട്ട് എന്തുണ്ട്? ഫംഗ്ഷൻ നെയിമുണ്ട്. ഇതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ് ടെക്സ്റ്റ് 1 എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷനിലേക്ക് കടക്കുമ്പം ഈ ഫംഗ്ഷന് ടെക്സ്റ്റ് 1 എന്താണെന്നുള്ള അറിയാം. പിന്നെ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ്? ഇനീഷ്യലൈസേഷനാണ്. ഇവിടെ ഒരു കാലി എംപ്റ്റി ഡിക്ഷണറി ഇനീഷ്യലൈസ് ചെയ്തു. പിന്നെ സെറ്റ് ഓഫ് വവൽസ്, അതൊരു സ്ട്രിങ് ആയിട്ട് AEIOU നമ്മൾ സ്കൂളിൽ പഠിച്ച വവൽസ് അവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ അൽഗോരിതത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ സ്ട്രിങ്ങിൽ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് എടുക്കും. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം ഫോർ ലൂപ്പാണ്. ഇപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് ആണ് ടെക്സ്റ്റ് 1 എങ്കിൽ ആദ്യം ജി എടുത്തു, അത് വവൽസിലുണ്ടോയെന്ന് നോക്കും, വവൽസിലില്ല, അതുകൊണ്ട് പിന്നെ വേറൊന്നും ചെയ്യത്തില്ല. പിന്നെ ഒ എടുക്കും, എന്തായി? അത് വവൽസിലുണ്ട്, പക്ഷേ ഡിക്ഷണറിയിലില്ല. ആദ്യത്തെ പ്രാവശ്യം ഒ വന്നാണ്. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മൾ ഡിക്ഷണറിയെ ഇനീഷ്യലൈസ് ചെയ്തു. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഡിക്ഷണറി റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ എക്സ് ഒക്കെ പോലെയാണ്. സൈൻ എക്സ് ഒരു ഫംഗ്ഷനാണല്ലോ. എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ എക്സ് കിട്ടും. ഈ വൗ കൗണ്ടർ 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡിക്ഷണറി കിട്ടും. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ 4B നോക്കാം. ഈ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ഫംഗ്ഷൻ പല കാര്യത്തിനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. Write a script that will read an input string and display the output string with one key value pair in one line. അതിന് മുമ്പ് നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം, വർക്ക് ചെയ്യുന്ന ശരിയാണോ എന്നുള്ളത്. ഇതൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്തു. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ മാത്രം ടെസ്റ്റ് ചെയ്യാം. ഫംഗ്ഷൻ്റെ പേരെന്താണ്? വവൽ നമുക്ക് ഒരു സംഭവം കൊടുക്കാം, ഗുഡ് ബോയ്, ഗുഡ് ഗേൾ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇതിവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ചിന്തിക്കാം ആദ്യം, എന്നിട്ട് ബാക്കി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ഗുഡ് ഗേൾ എന്ന് പറയുമ്പം ഈ ഫംഗ്ഷൻ, ഇതാണ് ഫംഗ്ഷൻ കോള്. അപ്പോൾ എന്താവും? ഫംഗ്ഷൻ കോൾ വരുമ്പം ഇവിടെ എന്തായി? നമ്മൾ ടെക്സ്റ്റ് 1 എന്താണ്? ഗുഡ് ഗേൾ എന്നുള്ളതാണ്. അതാണ് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത. ടെക്സ്റ്റ് 1 എന്താണ്? ഗുഡ് ഗേൾ എന്നുള്ളതാണ്. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ടെക്സ്റ്റ് 1 ഗുഡ് ഗേൾ, ഡിക്റ്റ് 1 ഒരു എംപ്റ്റി ഡിക്ഷണറി, വവൽസ് AEIOU. ഇനി നമുക്ക് ഈ ലൂപ്പ് എടുക്കാം. ഈ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം CH എന്താണ്? CH G ആണ്. പിന്നെ എന്ത് ചെയ്യും? അടുത്ത ഈ ലൈനിൽ വരും. ഈ ലൈനിൽ വന്നിട്ട് എന്താ നോക്കുന്നത്? CH വവൽസിലുണ്ടോ? CH വവൽസിലില്ല. അപ്പോൾ ഈ എൻറ്റയർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടത്തില്ല.
പിന്നെന്തായി, പിന്നെ നമ്മൾ ഒ എടുക്കും. ഒ എടുത്ത് കഴിയുമ്പം സി എച്ച് എന്താണ്, ഇപ്പോൾ ഒ ആണ്. സി എച്ച് വവൽസിലുണ്ടോ? ഉണ്ട്. ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ബ്ലോക്കിൻ്റെ അകത്ത് വന്നു. ഈ ബ്ലോക്കിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ഡിക്ഷണറിയിൽ സി എച്ച് ഉണ്ടോ എന്ന് നോക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡിക്ഷണറിയിൽ ഇപ്പോൾ ഒ ഉണ്ടോ? നോട്ട് ഇൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് ട്രൂ ആണ്. ഡിക്ഷണറിയിൽ ഒ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഡിക്റ്റ് 1 ഒ എന്താണ് 1 ആവും. ഇങ്ങനെ വരുമ്പം ഡിക്ഷണറിയിൽ നമുക്ക് ഒരു ഐറ്റം വന്നു. അതെന്താണ്, ഒ എന്ന് പറഞ്ഞ ഐറ്റം. അതിൻ്റെ വാല്യൂ എത്രയാണ്, വാല്യൂ 1. അത് കഴിഞ്ഞ് പിന്നെ എന്തായി, അടുത്ത ക്യാരക്ടർ എടുത്തു. അതെന്താണ്, അത് ഒ ആണ്. അപ്പോൾ ഇപ്പം നോക്കിയപ്പം ഡിക്ഷണറിയിൽ ഒ ഉണ്ടോ? ഒ ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുകയല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നോട്ട് ഇൻ ഫോൾസ് ആവും. അതുകൊണ്ട് എൽസിലേക്ക് വരും. എൽസിൽ വന്നു കഴിഞ്ഞാൽ ഡിക്റ്റ് 1 സി എച്ച് എത്രയാവും, ഡിക്റ്റ് 1 സി എച്ച്. ഡിക്റ്റ് 1 സി എച്ച് എന്താവും, ഡിക്റ്റ് 1 സി എച്ച് 2 ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെടുത്തു, ഈ സ്പേസ് എടുത്തു. സ്പേസ് എടുത്തപ്പോഴും അത് സ്പേസ് വവലാണോ? അല്ല. ജി എടുത്തു. ജി വവലാണോ? അല്ല. പിന്നെ ഐ എടുത്തു. ഐ എടുത്തപ്പം ഐ എന്താണ്, വവൽസിലുണ്ട്. ഈ കണ്ടീഷൻ എന്താവും, ഐ എടുക്കുമ്പം ട്രൂ ആവും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഡിക്ഷണറിയിൽ ഐ ഇല്ല. അതുകൊണ്ട് ഡിക്ഷണറിയിൽ പുതിയതായിട്ട് ഐ ചേർക്കപ്പെടും. ഐയുടെ വില എത്രയാണ്, 1 ആണ്. പിന്നെന്താവും, പിന്നെ ഈ ലൂപ്പിൽ 6 എടുക്കും, അത് വവലല്ല. എൽ എടുക്കും, അത് വവലല്ല. ആ 2 കേസിൽ നമ്മൾ ഇതിനകത്ത് കയറത്തില്ല. അപ്പോൾ ഡിക്ഷണറിയിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ഓക്ക് 2ഉം ഐക്ക് 1ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താ വരുന്നതെന്നുള്ളത്. റൺ ചെയ്യാം. ഓക്കെ 2ഉം ഇതും വന്നു. ഗുഡ് ഗേൾസ് ആൻഡ് ബോയ്സ് എന്ന് കൊടുത്ത് എന്ത് വരും, എത്ര ഒ ഉണ്ട്, എ ഇ ഐ ഒ യു അല്ലേ, വവൽസ് 3 ഒയും 1 ഐയും ഉണ്ട്. നോക്കാം. ആൻഡ് ഒരു എയും ഉണ്ട്. ഗുഡ് ഗേൾസ് ആൻഡ് ബോയ്സ് എന്ന് പറയുമ്പോൾ 3 ഒയും 1 ഐയും 1 എയും ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ ക്ലിയർ ആയല്ലോ. നമ്മളെപ്പോഴും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ അത് ഒരു ഇതായിപ്പോൾ ഇത് നമ്മളെപ്പോഴും ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പിന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ബി പാർട്ട് ആ ഫംഗ്ഷൻ നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് ഉപയോഗിക്കാൻ പറഞ്ഞു. റൈറ്റ് എ സ്ക്രിപ്റ്റ് ദാറ്റ് വിൽ റീഡ് എൻ ഇൻപുട്ട് സ്ട്രിങ് ആൻഡ് ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട് 1 string at a time and display the output with 1 key value in 1 line എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ O3 I1 എല്ലാം ഒരേ ലൈനിൽ വരുമ്പോൾ നമുക്കൊരു സുഖമില്ല. നമുക്ക് എന്ത് വേണം, ഗുഡ് മോർണിംഗ് ആണ് സ്ട്രിങ് എങ്കിൽ ഒരു ലൈനിൽ ആദ്യത്തെ ലൈനിൽ O, അതിൻ്റെ വാല്യൂ 3, അടുത്ത ലൈനിലായി അതിൻ്റെ വാല്യൂ 1, ആ രീതിയിൽ വരണം. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. ഇത് ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷൻ കോളാണ്. വവൽ കൗണ്ടർ 2 എന്ന് പറഞ്ഞ് ഞാൻ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ നമ്മൾ എന്താ പാസ് ചെയ്യുന്നത്, str1 പാസ് ചെയ്തു. എന്താ റിട്ടേൺ ചെയ്യുന്നത്, നമ്മൾ ഡിക്ഷണറി വന്നു. ഡിക്ഷണറി വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ആ ഡിക്ഷണറിയിലൂടെ ഐട്രേറ്റ് ചെയ്യാം ഈ ഐറ്റംസ് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട്. ഐറ്റംസ് എന്ന് പറഞ്ഞ മെത്തേഡിൽ ആദ്യം എന്തായിരിക്കും, ആദ്യത്തെ ഐറ്റം എടുക്കും. അപ്പോൾ ഇവിടെ ഐട്രേറ്റ് 2 ഉണ്ട്, കെയും വിയും എടുക്കാം. അങ്ങനെ അതിലൂടെ ഐട്രേറ്റ് ചെയ്ത് പോകാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഹലോ ഹൗ ആർ യു, ഇതാണ് സ്ട്രിങ് എന്നിരിക്കട്ടെ. ഇപ്പോൾ ഇതിൽ എത്ര, ഒരു 2 ഇ ഉണ്ട് അല്ലേ, 3 ഒ ഉണ്ട്, പിന്നെ 1 യു ഉണ്ട്. നമുക്ക് നോക്കാം. റൺ ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റൺ ചെയ്യേണ്ട എങ്ങനെയാണ്, ഇതെടുത്തു റൺ കൊടുത്തു, എൻ്റർ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഹലോ ഹൗ ആർ യു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ റണ്ണല്ല കൊടുക്കേണ്ട, എൻ്റർ ആണ് അടിക്കേണ്ട, എൻ്റർ കീ അടിക്കാൻ.
അപ്പോൾ എന്ത് വന്നു? 2 E, 3 O, 1 A, 1 U. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ വേണമെങ്കിൽ റൺ ചെയ്യാം. ഗിവ് മീ വാട്ടർ. ഇൻട്രസ്റ്റിംഗ്. ഗിവ് മീ വാട്ടർ. അപ്പോൾ ഇതിൽ എത്ര വോവൽസ് ഉണ്ട്? I ഉണ്ട്, E ഉണ്ട്, A ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിക്ഷണറിയിൽ 3 ഐറ്റം ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ എന്താ പ്രസ് ചെയ്യേണ്ടത്? എൻ്റർ കീ പ്രസ് ചെയ്യാം. I 1, E 3, A 1. പിന്നെ ഇത് ഞാൻ പറയുന്നില്ല, ഇത് മറ്റേ പ്രോഗ്രാം പോലെ തന്നെയാണ്, അതുകൊണ്ട് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിലാണെങ്കിൽ ഈ പ്രോഗ്രാമും ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ഇതിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എക്സസൈസ് പറയുന്നത്. റൈറ്റ് എ സ്ക്രിപ്റ്റ് വിച്ച് വിൽ റീഡ് എ സ്ട്രിങ് ആൻഡ് ഡിസ്പ്ലേ ദ കൗണ്ട് ഓഫ് ഓൾ വേർഡ്സ് പ്രസൻറ്റ് ഇൻ ദ സ്ട്രിങ്. അപ്പോൾ ഒരു സ്ട്രിങ് വായിച്ചിട്ട് അതിലുള്ള എല്ലാ വേർഡ്സും എത്ര പ്രാവശ്യം ഉണ്ടെന്ന് പറയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രിങ് എന്താണ്? സ്ട്രിങ് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആണ് സ്ട്രിങ് എങ്കിൽ ഇതിൽ ട്വിങ്കിൾ എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. ലിറ്റിൽ എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. സ്റ്റാർ എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. അപ്പോൾ അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കോഡ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നത്. അഥവാ കിട്ടിയില്ലെങ്കിൽ ഇതിലൊരു ഹിൻറ്റ് മാത്രം ഞാൻ പറയാം. ഒരു സ്ട്രിങ്ങിനെ ലിസ്റ്റാക്കി മാറ്റണം, അത് വേർഡ്സാക്കി മാറ്റണമല്ല. അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് സ്പ്ലിറ്റ്. അപ്പോൾ സ്പ്ലിറ്റിനെ പറ്റി അറിയില്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കാൻ. ഇപ്പോഴാണെങ്കിൽ ഗൂഗിളിന് വരെ നിങ്ങൾക്ക് ChatGPT പോയി കഴിഞ്ഞാൽ കോഡന്നെ കിട്ടും. പക്ഷെ അത് ചെയ്യരുത്. ഇപ്പം നമുക്ക് ChatGPT ഉപയോഗിക്കാം വലിയ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ സഹായം ഉപയോഗിക്കാം. പക്ഷേ ആദ്യം ഇപ്പം നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടാനും ചിന്തയൊക്കെ റെഡിയാക്കാനും വേണ്ടിയാണ് ഗൂഗിളിൽ നോക്കുക. ഗൂഗിളിൽ നോക്കിയാൽ ഇവിടെ എന്താണ് ഞാൻ കൊടുക്കേണ്ടത്? സ്ട്രിങ് മെത്തേഡ് ഇൻ പൈത്തൺ, സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എൻ്റർ അടിക്കാൻ ഗൂഗിളിൽ. അപ്പോൾ കുറേ ഇത് വന്നു. നമുക്കൊരു എന്തോ ഗീക്സ് ഫോർ ഗീക്സ് നല്ലതാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് അതുമായിട്ട് അതിൻ്റെ ഭാഷയായിട്ട് പരിചയമുണ്ട്, അത് എടുക്കുക. ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി നേരത്തെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്പ്ലിറ്റിനെ പറ്റി പറയുന്നുണ്ട്. നേരത്തെ തുറന്ന് വെച്ചാണെങ്കിലോ. അപ്പോൾ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇത് ഇവിടെ ഉണ്ടോ? കാറ്റ്, ബാറ്റ്, സാറ്റ്, ഫാറ്റ്, ഓർ. T വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും? ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കൂടുതൽ പറഞ്ഞ് ഇത് ചെയ്യുന്നില്ല. അപ്പം ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ടിൽ ദിസ്. അപ്പോൾ നമ്മുടെ ഇനി ഫയലൊന്ന് ഞാൻ ക്വിക്കായിട്ട് പറയാം. പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഫയലും കൂടെ വേണം. അത് കഴിയുമ്പോൾ നമ്മൾ കോഴ്സ് തീരും. പിന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പം ബാക്കി വഴിയേ പറയാം. സോ താങ്ക് യു. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഡിക്ഷണറി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഡിക്ഷണറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രിങ്ങും ലിസ്റ്റൊക്കെ ഒരു റിവിഷൻ ആവും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.